ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. 0.005 തുല്യമല്ലാത്തത് ഏത്? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ 5/100, 5/1000, 0.5/100, 0.05/10. അപ്പോൾ ഓരോന്നും ചെയ്ത് നോക്കാം. 5/100. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. മുകളിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ 2 പൂജ്യം ഉണ്ടെങ്കിൽ മുകളിൽ ഈ 5 2 സ്ഥാനം ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ, 5 എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പോയിൻ്റ് 2 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ 2 പൂജ്യം ഉണ്ടെങ്കിൽ 2 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ 5 0 അപ്പോൾ ഇവിടെ 0.05 എന്നായി. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഇപ്പോൾ അടുത്ത ഓരോന്നും ചെയ്ത് നോക്കാം. 5/1000. അപ്പോൾ ഇവിടെ 3 പൂജ്യമുണ്ട്. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 5 എഴുതി. 3 പൂജ്യമുണ്ട്. അപ്പം 3 പൂജ്യം ഇപ്പുറത്തോട്ട് കൊടുക്കുക, ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. 0.005. ഇനി പറയുന്നത് 0.5/100 ആണ്. 0.5/100. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇനി 2 സ്ഥാനവും കൂടെ അങ്ങോട്ട് 2 പൂജ്യം കൂടെ കൊടുക്കുക. 0.005. ഇത് മനസ്സിലായില്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം. 0.5നെ ഈ പോയിൻ്റ് കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കുക. അപ്പം 10 ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെയും 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ പോയിൻ്റ് മാറി 5 താഴെ 100 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 1000 ആയി. 5/1000 എന്ന് പറയുന്നത് 0.005. ഇനി 0.05/10. ഇവിടോട്ട് ചെയ്യാം. 0.05/10. അപ്പോൾ ഇവിടെ ഇപ്പുറത്തോട്ട് ഒരു സ്ഥാനം മാറ്റി ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അന്നേരം 0.005 എന്ന് കിട്ടി. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി 0.05ൻ്റെ ദശാംശം കളയാനായിട്ട് ഇവിടെ 2 സ്ഥാനമുണ്ട്. അപ്പോൾ 2 പൂജ്യം ഉള്ളത്, അതായത് 100 ഇട്ട് ഗുണിക്കുക. 100 ഇട്ട് ഗുണിക്കുമ്പോൾ അവിടെ പോയിൻ്റ് മാറും. 0.05 ഗുണം 100. ഇവിടെ 10 10 ഗുണം 100. ഇപ്പം മുകളിൽ 100 ഗുണിച്ചാൽ താഴെ അതേപോലെ ഗുണിക്കണം. 0.05 ഗുണം 100 എന്ന് പറയുന്നത് 5 ആവും. ഈ 2 പോയിൻ്റ് അങ്ങ് മാറും. താഴെ 1000 ആവും. അപ്പം 5/1000 എന്ന് പറയുന്നത് 0.005. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2. ഒരു സംഖ്യയുടെ 40% 25% തമ്മിലുള്ള വ്യത്യാസം 45 ആയാൽ സംഖ്യ. അപ്പോൾ ഇവിടെ വ്യത്യാസം 40% 25% ആണ്. നമുക്കിവിടോട്ട് എഴുതാം. 40% മൈനസ് 25% എത്ര കിട്ടും? 15% കിട്ടും. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 15% എന്ന് കിട്ടി. ഇനി എന്താ? ഒരു സംഖ്യയുടെ 15%, ഒരു സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ഒരു ഗുണന ചിഹ്നം കൊടുക്കുക. സംഖ്യ എക്സ്, സംഖ്യ പറഞ്ഞിട്ടില്ല, സംഖ്യ എക്സ്, സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ഒരു ഗുണന ചിഹ്നം. 15% 15% എന്ന് പറയുമ്പോൾ 15/100. 15% എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. 100ൽ 15 എന്ന് പറയുന്നത് 45 എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഗുണം 15 = ഈ 100 ഇങ്ങോട്ട് ഗുണിക്കുക. 100 ഗുണം 45. എക്സ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 100 ഗുണം 45 / 15. കേട്ടോ? 5 കൊണ്ട് 3 15, 20,
3 45 വെട്ടി എത്ര കിട്ടി? 15. 15 ഗുണം 20. 15 ഗുണം 20 എത്ര കിട്ടും? 300. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത കണക്ക് 3. ഒരു വ്യാപാരി ഒരു വസ്തു 135 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 10% നഷ്ടം പറ്റി. 20% ലാഭം കിട്ടണം എങ്കിൽ ആ വസ്തു എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ യഥാർത്ഥ വിലയുണ്ട്. അപ്പോൾ ആ വില നമുക്കിവിടെ എക്സ്, അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാം, എക്സ് ആയിട്ട് എടുക്കാം. വസ്തുവിൻ്റെ വില എക്സ് ആയിട്ട് എടുക്കാം. ഇനി എന്താ പറയുന്നത്? വ്യാപാരി വസ്തു 135 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 10% നഷ്ടം പറ്റി. അപ്പം നഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ്? 100ൽ നിന്ന് 1 കുറയ്ക്കുക. 100 നമ്മൾ ഒരു കണക്കായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ 100 രൂപയുടെ സാധനം ആണെങ്കിൽ 10% നഷ്ടം എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ 90 അപ്പോൾ എക്സ് വിലയുള്ള ഒരു സാധനം 10% നഷ്ടം എന്ന് പറയുമ്പോൾ 90. 135. 10% നഷ്ടം വിറ്റപ്പോൾ എത്ര രൂപയാണ്? 135 രൂപയ്ക്കാണ് വിറ്റത്, നഷ്ടത്തിൽ വിറ്റത്. അതായത് ഇതിന് എക്സ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഗുണം 90 സിക്കൽ ടു, ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുന്നത്. 100 ഗുണം 135 100. എക്സ് ഇസിക്കൽ ടു 135 ഗുണം 100 ഡിവൈഡ് ബൈ 90. പോയി 9 3 കൊണ്ട് 3 9 ഉള്ളി വെട്ടുമ്പോൾ 45 കിട്ടും. 3 15 15 ഗുണം 10 150. അപ്പം വില കിട്ടി. എത്ര രൂപയുടെ സാധനമായിരുന്നു? 150 രൂപയുടെ സാധനമാണ് 135 രൂപയ്ക്ക് വിറ്റപ്പം എത്ര 10% നഷ്ടം വന്നത്. 150 രൂപയുടെ സാധനം വിറ്റപ്പോഴാണ് 10% നഷ്ടം വന്നത്. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? ലാഭം 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ ഈ 150 രൂപയുടെ സാധനത്തിന് 20% ലാഭം കിട്ടണമെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 150 ഗുണം 20% ലാഭമാണ്. അപ്പം 20 കൂട്ടുക. 100 അധികം 20 120. 120 ഡിവൈഡ് ബൈ 100 കിട്ടിപ്പോയി. 6 30. 30 ഗുണം 6 180. അപ്പോൾ 20% ലാഭം കിട്ടണമെങ്കിൽ 180 രൂപയ്ക്ക് അയാൾ വിൽക്കണമായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി. 4. 10,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? 10,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 25 രൂപയാണെങ്കിൽ പലിശ നിരക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാം. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. മുതൽ ഗുണം R/100 സ്ക്വയർ. എന്താണ്? മുതൽ ഗുണം R/100 ദ ഹോൾ സ്ക്വയർ. ഇത് പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഇക്വേഷൻ? മുതൽ ഗുണം R/100 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഏത് കണ്ടുപിടിക്കുന്നതാണ്? സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് മുതൽ ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. മുതൽ തന്നിട്ടുണ്ട് 10,000 രൂപ. 10,000 ഗുണം 6 കണ്ടുപിടിക്കേണ്ടത് അല്ലേ?
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. R ഡിവൈഡ് ബൈ 100 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 25 രൂപ. 25. ഇക്വേഷൻ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആണ് ഈ ഇക്വേഷൻ. 25 തന്നിരിക്കുന്നത്. ഈ വ്യത്യാസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാം. 10,000 ഗുണം R ബൈ 100 സ്ക്വയർ അല്ലേ, 2 പ്രാവശ്യം ഗുണിക്കുക, ഈക്വൽ ടു 25. തെറ്റിപ്പോയി. R സ്ക്വയർ ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ R എത്രയായിരിക്കും? റൂട്ട് ഓഫ് 25. 5. R എന്ന് പറയുന്നത് 5 ആണ്. ആൻസർ ഓപ്ഷൻ എ. 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നിരക്ക് 5%. അടുത്ത കണക്ക് 5. 3A ഇസിക്കൽ ടു 4B 5B ഇസിക്കൽ ടു 6C ആയാൽ A:B:C എന്ത്? അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. 3A സമം 4B. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A ബൈ B ഇസിക്കൽ ടു 4/3. ഇങ്ങനെ നമുക്ക് എഴുതാം. A ബൈ B ഇസിക്കൽ ടു 4/3. അപ്പോൾ ഇതിനെ നമുക്ക് അംശബന്ധത്തിൽ എങ്ങനെ എഴുതാം? A:B സമം 4:3 എന്ന് എഴുതാം അല്ലേ? ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. A ബൈ B ഇസിക്കൽ ടു 4/3 എന്ന് പറയുന്നതും A:B ഇസിക്കൽ ടു 4:3 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിനെ അംശബന്ധത്തിലോട്ട് എഴുതി. ഇനി എന്താണ്? 5B ഇസിക്കൽ ടു 6C അല്ലേ പറഞ്ഞിരിക്കുന്നത്? 5B ഇസിക്കൽ ടു 6C. അതിനെ ഇതുപോലെ എങ്ങനെ എഴുതാം? B ബൈ C ഇസിക്കൽ ടു 6/5 സമം അംശബന്ധത്തിലാക്കുമ്പോൾ B:C സമം 6:5 എഴുതാമല്ലോ. ഇപ്പോൾ നമുക്ക് അംശബന്ധത്തിലുള്ളത് ഇങ്ങോട്ട് എഴുതാം. A:B എന്ന് പറയുന്നത് 4:3 കണ്ടുപിടിച്ചല്ലോ നമ്മൾ. A:B 4:3. B:C എന്ന് പറയുന്നത് 6:5 കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A:B:C ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ B ഇവിടെ രണ്ടും കോമൺ ആയിട്ട് B ആണ് അല്ലേ? ഇങ്ങനെ ഒരെണ്ണമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ അങ്ങ് ഗുണിക്കുക. ഇങ്ങോട്ട് ഗുണിക്കുക, ഈ ക്രോസിന് ഗുണിക്കുക, താഴോട്ട് ഗുണിക്കുക. ഇതങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം 4 ഗുണം 6 24 ഈസ്റ്റു 6 ഗുണം 3 18 ഈസ്റ്റു 3 ഗുണം 5 15. അപ്പോൾ ഇതിനെ ചെറുതാക്കുക. ഇതിനെ കോമൺ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8:6:5 8:6:5 ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് അതും കൂടെ ഒന്ന് നോക്കാം. അതുകൊണ്ടൊന്ന് നോക്കി വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി വേറൊരു രീതിയിൽ നോക്കാം. 4:3 6:5. അപ്പോൾ ഇത് A, ഇത് B, ഇത് C അല്ലേ? ഇതും B ആണ്, ഇതും B ആണ്. പക്ഷേ ഇത് 3, ഇത് 6. അപ്പോൾ ഇതിനെ ഒരു സംഖ്യ ആക്കുക. ഈ 3നെ 6 ആക്കുക. 3നെ 6 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെ ഗുണിക്കുമ്പോൾ ഇപ്പുറത്തും ഗുണിക്കുക. 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇപ്പുറത്തും 2 കൊണ്ട് ഗുണിക്കുക. 2 ഗുണം 4 8 ഗുണം 3 ഗുണം 2 6. അപ്പോൾ കോമൺ ആയല്ലോ. B ഇവിടെ 6 ഇവിടെ 6. അപ്പോൾ ഒരു B ഇവിടെ എഴുതിയാൽ മതി, 6 മാത്രം എഴുതിയാൽ മതി. സോറി, ഇവിടെ ഗുണനമല്ല, ഈസ്റ്റു ആണ്. ഇനി ബാക്കി C എന്ന് പറയുന്നത്
5:5 8:6:5 എങ്ങനെയാണ് ചെയ്തത്? ഇതെങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണം ഒരുപോലെ ആണെങ്കിൽ ഇവിടെയും ബി ആണ്. പക്ഷേ രണ്ട് സംഖ്യകൾ രണ്ടും വ്യത്യാസമാണെങ്കിൽ അതിനെ ഒന്നാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ 3 ഗുണം 2 ആകുമ്പോൾ ഇവിടെ 6 ആവും, 2 6 പക്ഷേ ഇവിടെ ഗുണിക്കുവാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യയും കൂടെ ഗുണിക്കണം. അപ്പോൾ ആൻസർ 8:6:5. ഇങ്ങനെ ചെയ്താലും ആൻസർ 8:6:5. ആൻസർ ഓപ്ഷൻ എ. അടുത്ത കണക്ക് 6. ക്ലോക്കിൽ സമയം 12:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് കോണളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 ഗുണം m. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് 12:10. സമയം 12നും 1നും ഇടയിലാണെങ്കിൽ, അതായത് 12 മണി കഴിഞ്ഞും 1 മണിക്കും ഇടയിലാണ് സമയം തന്നിരിക്കുന്നതെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. 11/2 ഗുണം m, അതായത് 11/2 ഗുണം 10. ഇത് ചെയ്താൽ മതി. 55 ഡിഗ്രി. അതല്ല, ഇതെല്ലാം കൂടി ഇട്ട് ചെയ്യുവാണെങ്കിൽ 30h മൈനസ് 11/2 ഇൻറ്റു m വെച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് കൂടെ നോക്കാം. 30 ഗുണം 12 മൈനസ് 11/2 ഗുണം 10. 30 ഗുണം 12 360. 360 മൈനസ് 11 ഗുണം 5 55. എത്ര കിട്ടും? 305 എന്ന് കിട്ടും. 305 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം 180 കൂടുതൽ ആണെങ്കിൽ, 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, ഈ ആൻസർ 180 ഡിഗ്രിയിൽ കൂടുതലായാൽ എന്ത് ചെയ്യണം? 360 മൈനസ് 305. ഈ കിട്ടിയ ആൻസറിനെ 360 നിന്നും കുറയ്ക്കുക. 55. അന്നേരവും ആൻസർ കിട്ടുന്നത് 55. അപ്പോൾ ഇത് എത്രയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് മാത്രം അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് തരുന്നതെങ്കിൽ അതിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ 11/2 ഗുണം m മാത്രം ചെയ്താൽ മതി. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ, 55 ഡിഗ്രി. അടുത്ത കണക്ക് 7. ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ 5-ാം പദം 20ഉം 14-ാം പദം 56ഉം ആയാൽ 8-ാം പദം എത്ര? അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 5-ാം പദം T5 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? A+4D. ഇതുള്ള കണക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. A+4D. 5-ാം പദം 20 എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് 14-ാം പദം T14 എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നത്? A+13D എന്ന് പറയുന്നത് 56. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. A+4D 20, A+13D = 56. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. 1, 2 ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നും A കണ്ടുപിടിക്കണം, D കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് കുറയ്ക്കുക. നമുക്കിവിടെ വലിയതങ്ങ് മേലോട്ട് എഴുതാം. T14 അങ്ങ് മേലോട്ട് എഴുതാം. A+13D = 56. A+4D = 20. കുറയ്ക്കാം. ഇത് ഇവിടെ ഒരു വശം അങ്ങ് ക്യാൻസലായി പോകുന്നതിന് വേണ്ടിയാണ് കുറയ്ക്കുന്നത്. A - A 0. ഇവിടെ 13 - 14 9D.
ഇസിക്കൽ ടു 56 മൈനസ് 20 36. 9 ഡി എന്ന് പറയുന്നത് 36 അങ്ങനെയാണെങ്കിൽ ഡി എത്രയാണ്? 36 ഡിവൈഡ് ബൈ 9 4. അപ്പോൾ ഡി 4 കിട്ടി. ഡി 4 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എ കണ്ടുപിടിക്കാമല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ഇക്വേഷനകത്ത് എ ഇട്ട് കൊടുക്കാം. എ അധികം ഡിക്ക് പകരം 4 ഗുണം 4 എന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഡി 4 കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഡി കണ്ടുപിടിച്ച് 4 ഈസിക്കൽ ടു 20. എ എന്ന് പറയുന്നത് 4 ഗുണം 4 16 ആണല്ലോ. 20 ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, മൈനസ് 16 ഈസിക്കൽ ടു 4. എയും 4 കിട്ടി. അപ്പോൾ എ 4 കിട്ടി, ഡിയും 4 കിട്ടി. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? 8ാം പദം T8 ആണ് കണ്ടുപിടിക്കേണ്ടത്. T8 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 7D എല്ലാം ഉണ്ടല്ലോ. ഡിയും ഉണ്ട്, എയും ഉണ്ട്. വില ഇട്ട് കൊടുത്താൽ മതി. 4 അധികം 7 ഗുണം 4 സിക്കൽ ടു 4 അധികം 28 32. ആൻസർ 32. T8 8ാം പദം എന്ന് പറയുന്നത് 32. ആൻസർ ഓപ്ഷൻ എ 32. മനസ്സിലായല്ലോ. ഇനി അടുത്ത കണക്ക് നോക്കാം. 8 രണ്ട് ഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:1 ആയാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഗോളങ്ങളുടെ വ്യാസങ്ങളുടെ അംശബന്ധമാണ് തന്നിരിക്കുന്നത്. വ്യാസം ഡി എന്ന് എടുക്കാം. അപ്പം D1 ഈസ് D2. D1 അംശബന്ധം D2 എന്ന് പറയുന്നത് എത്രയാണ്? 2 അംശബന്ധം 1 2:1 എന്ന് തന്നിട്ടുണ്ട്. പിന്നീട് വ്യാപ്തങ്ങളുടെ അംശബന്ധമാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 3/4 πr³ ആണ്. 3/4 πr³ ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ വ്യാപ്തങ്ങളുടെ അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 6 വേണം അല്ലേ. ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. D1 D2 ആണ് തന്നിരിക്കുന്നത് അംശബന്ധമായിട്ട്. അപ്പോൾ ഈ D1 ഈസ് ടു D2 എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിരിക്കും? R1 ഈസ് ടു R2 ഈക്വലാണ്. അപ്പോൾ 2:1 തന്നെയാണ് R1 ഈസ് ടു R2. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 3/4 ഗുണം പൈ ഗുണം R³ R1³ അംശബന്ധം ആകുമ്പോൾ R1³ ഈസ് ടു 3/4 πr². വില ഇട്ട് കൊടുക്കാം. 3/4 പൈ കാണാൻ വയ്യല്ലേ, ഇപ്പുറത്തോട്ട് എഴുതാം. അടുത്ത പേജിൽ എഴുതാം. 3/4 പൈ R1³ എന്ന് പറയുന്നത് 2³ ഈസ് ടു 3/4 പൈ ഗുണം 1/3. 3/4 വെട്ടിപ്പോയി, പൈയുടെ വെട്ടിപ്പോയി. ഇനി ആരൊക്കെയുണ്ട്? 2/³ ഉണ്ട്, 1/³ ഉണ്ട്. എത്രയാണ്? 8. 2/³ 8 ഈസ് ടു 1/³ 1 8:1 8:1. ആൻസർ 8:1 ഓപ്ഷൻ എ. ഇനി അടുത്ത കണക്ക് നോക്കാം. 9 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് സിഗ്നൽ പോസ്റ്റ് കടക്കാൻ 8 സെക്കൻഡ് വേണം എങ്കിൽ 500 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് സിഗ്നൽ പോസ്റ്റ് കടക്കാൻ 8 സെക്കൻഡ് വേണം. ഇപ്പോൾ ഒരു സിഗ്നൽ പോസ്റ്റ്, അപ്പോൾ ഇത് കടന്നു പോകാനായിട്ട് ഒരു ട്രെയിനിന് 250 മീറ്റർ ഉണ്ട് നീളം. അപ്പോൾ ഈ ട്രെയിനിന്, ഇത്രയും നീളമുള്ള ട്രെയിനിന് ഇത് കടന്നു പോകാനായിട്ട് 8 സെക്കൻഡാണ് എടുക്കുന്നത്.
അതായത് 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ഈ നീളം പോകുന്ന സമയം, അതാണ് 8 സെക്കൻഡ് എന്ന് പറയുന്നത്. 250 മീറ്റർ ദൂരം ഓടുന്ന സമയമാണ് 8 സെക്കൻഡ് ട്രെയിനിൻ്റെ നീളം. ഇനി എങ്കിലാണെങ്കിൽ 500 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ 500 മീറ്ററുള്ള പാലം കടക്കണമെങ്കിൽ 500 മീറ്ററും പോകണം, ഈ 250 മീറ്റർ ട്രെയിനിൻ്റെ ഈ ദൂരം 250 മീറ്ററും കൂടെ അത് സഞ്ചരിക്കണം. അങ്ങനെ ടോട്ടൽ 500 + 250 മീറ്ററാണ് ട്രെയിൻ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 500 മീറ്ററുള്ള ഒരു പാലം കടന്നു പോകണമെങ്കിൽ 500 മീറ്ററുള്ള ഒരു പാലം കടന്നു പോകണമെങ്കിൽ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 250 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. അപ്പോൾ ഈ 250 മീറ്റർ നീളവും പോകണം, അതിൻ്റെ കൂടെ 500 മീറ്ററും കൂടെ കടന്നു പോകണം. പാലത്തിൻ്റെ 500 മീറ്ററും ഈ ട്രെയിനിൻ്റെ 250 മീറ്ററും കൂടെ കടന്നു പോയെങ്കിലേ ഈ പാലം കടന്നു പോകാനൊക്കൂ. 500 മീറ്ററുള്ള ഈ പാലത്തിനെ കടന്ന് പോകാനൊക്കത്തുള്ളൂ. അപ്പം ഒരു സിഗ്നൽ പോസ്റ്റ് കടക്കാൻ, അതായത് 250 മീറ്റർ നീളം പോകാൻ 8 സെക്കൻഡാണ് എടുക്കുന്നത്. 250 മീറ്റർ നീളം പോകാൻ, അതായത് ട്രെയിനിൻ്റെ നീളം മാത്രം പോയാൽ മതിയല്ലോ ഒരു സിഗ്നൽ പോസ്റ്റ് കടന്നു പോകാനായിട്ട്. അപ്പോൾ 250 മീറ്റർ പോകാനായിട്ട് 8 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 250 + 500, 500 + 250, 750. അപ്പോൾ പാലം പ്ലസ് ട്രെയിനിൻ്റെ നീളം രണ്ടും കൂടെ ചേർന്നെങ്കിലേ പാലം കടന്നു പോകാനൊക്കൂ. അപ്പോൾ 750 മീറ്റർ നീളം സഞ്ചരിക്കുന്നതിന് എത്ര സെക്കൻഡാണ് എടുക്കുന്നത്? അപ്പോൾ 250 × 3 = 750 അല്ലേ? 3 പ്രാവശ്യം 250 കടന്നു പോകണം, അതായത് 8 × 3, 8 × 3 24 സെക്കൻഡ്. ഇവിടെ ഇക്വേഷൻ ഒന്നും ഇട്ട് ചെയ്യേണ്ട. ട്രെയിനിൻ്റെ നീളം 250, പാലം ഒരു പോസ്റ്റ് കടന്നു പോകാൻ 8 സെക്കൻഡ്, അതായത് ട്രെയിനിൻ്റെ നീളം മാത്രം കടന്നാൽ മതി. 250 മീറ്റർ നീളം പോകാനാണ് 8 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 750 മീറ്റർ പോകാൻ 250 + 250 ആണ് 750. ഒരു 250 പോകാൻ 8 സെക്കൻഡ്, അടുത്ത 250 8 സെക്കൻഡ്, അടുത്ത 250 8 സെക്കൻഡ്, അങ്ങനെ 24 സെക്കൻഡ് എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം = ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ വെച്ച് ചെയ്യാം. സമയം കണ്ടുപിടിക്കുന്നത് ദൂരം ബൈ വേഗത, ഇതാണ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, ഇതിനകത്ത് ഇതുപോലെ ഷോർട്ട് കട്ടായിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 24 സെക്കൻഡ്. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ 24 സെക്കൻഡ്. അപ്പോൾ ഈ കണക്ക് വുമൺ CPO ഒക്കെ ചോദിച്ച കണക്കാണ്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി മെത്തേഡ് ഇതാണെന്ന് തോന്നി, അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്തു നോക്കാം. ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അനുപാതത്തിലാണ്. അതിനകത്ത് 10 ലിറ്റർ ആസിഡാണ് ഒഴിച്ചത്. അപ്പം അനുപാതം മാറി 3:1 എന്നായി. അപ്പോൾ ഇതിനെ 4:3 4x / 3x, അതായത് 4:3 4 / 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതിനെ x ചേർത്തങ്ങ് എഴുതുന്നു. 4x / 3x. അപ്പം 4xൻ്റെ കൂടെ, അതായത് ആസിഡിൻ്റെ കൂടെയാണ് 10 ചേർത്തത്. 10 ലിറ്റർ ആസിഡാണ് ചേർത്തത്. ഇതിൻ്റെ കൂടെ വെള്ളം അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഇവിടെ 0 ആയിട്ട് എടുക്കാം. ആസിഡിനകത്ത് മാത്രമാണ് ആസിഡ് മാത്രമാണ് 10 ലിറ്റർ ഒഴിച്ചത്. ഇവിടെ വെള്ളത്തിന് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ അതിനെ 0 എന്നെടുക്കാം. ആസിഡ് 10 ലിറ്റർ സമം 3:1 നമുക്ക് എങ്ങനെ എഴുതാം? 3/1 എന്ന് എഴുതാം. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4x + 10 × 1 അത് തന്നെയാണ് 4x + 10 സമം 3 × 3x + 0. 4x + 10 സമം 9x + 0 എന്ന് കിട്ടി.
എക്സ് അങ്ങ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 9x - 4 ആവും 5x. അപ്പോൾ 10 = 5x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 10/5 2. എക്സ് 2 കിട്ടി. ആദ്യത്തേതിനകത്ത് വിലയിട്ട് കൊടുക്കാം. 4x 3x 4 4 8 8 6 4 8 6 ലിറ്റർ ഉണ്ടായിരുന്നു. ആസിഡ് 8 ലിറ്ററും വെള്ളം 6 ലിറ്ററുമാണ്. 10 ലിറ്റർ കൂട്ടിയപ്പോൾ ആസിഡ് 18 ലിറ്ററും വെള്ളത്തിൻ്റെ അളവ് അതേപോലെ തന്നെ നിൽക്കുന്നു. 18 6. ഇത് ആദ്യത്തേത്. ഇപ്പോഴത്തെയാണല്ലോ ചോദിച്ചേക്കുന്നത്. 18 6. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ വെച്ച് ചെയ്യാം, അല്ലാതെ ചെയ്യുന്നത് ഇതാ ഒന്നുകൂടെ ഈസി മെത്തേഡ്. ഇത്രയേ ഉള്ളൂ.